സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇടയിലെ മാധ്യമമാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട മാധ്യമം മാത്രമല്ല, ജനങ്ങളുടെ വേവലാതികളും പ്രശ്നങ്ങളും തിരിച്ച് അള്ളാഹുവിലേക്ക് എത്തിക്കുവാനും അവർ മാധ്യമമാണ്. അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിൽ മാധ്യമമായി പ്രവർത്തിക്കുന്നയാൾ സാധാരണ ഒരു മനുഷ്യനായാൽ പോരാ. രണ്ട് ഭാഗത്തും ബന്ധപ്പെടാൻ പറ്റുന്ന പ്രകൃതം അവർക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പ്രവാചകന്മാർക്ക് കൈമാറുന്നത് മലായിക്കത്ത് മുഖാന്തരമാണല്ലോ. മലായിക്കത്തുമായി സംവദിക്കാനും മലായിക്കത്തിനോട് ബന്ധപ്പെടാനും അവരിൽ നിന്ന് വഹയികൾ സ്വീകരിക്കാനും പറ്റുന്ന പ്രകൃതം പ്രവാചകന്മാർക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതിന് പാകപ്പെടുത്തിയിട്ടാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ സംവിധാനിക്കുന്നത്. ആത്മവിശുദ്ധിയിലും മറ്റ് സിദ്ധികളിലുമെല്ലാം ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തി മലക്കുകളേക്കാൾ ഉയർന്ന നിലവാരത്തിലേക്ക് അല്ലാഹു തആല പ്രവാചകന്മാരെ ഉയർത്തി വെക്കുകയാണ്. അതോടുകൂടെ തന്നെ മലായിക്കത്തിൻ്റെ പ്രകൃതം അവർക്ക് നൽകപ്പെട്ടതുപോലെ തന്നെ മനുഷ്യന്മാരുടെ പ്രകൃതവും അവർക്ക് ഇല്ലാതിരിക്കാൻ പറ്റൂല. കാരണം മലക്കുകളിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന ആ സന്ദേശങ്ങളെ അവർ പ്രചരിപ്പിക്കേണ്ടത് ജനങ്ങളിലാണല്ലോ. അതുകൊണ്ട് മനുഷ്യരുടെ പ്രകൃതം അവർക്ക് വേണം. സാധാരണ മനുഷ്യന്മാരെ പോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്നവരും അന്നപാനീയങ്ങൾ കഴിക്കുന്നവരും ഉറക്കും മറ്റെല്ലാ കാര്യങ്ങളുമുള്ള സാധാരണ ജനങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരായിട്ടാണ് പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിക്കുന്നത്. എങ്കിൽ മാത്രമേ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ദീൻ പ്രബോധനം ചെയ്യാനും അവരിൽ ഒരാളായി നിൽക്കുവാനും പ്രവാചകന്മാർക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ വിചാരങ്ങളെല്ലാം മറ്റു മനുഷ്യന്മാർക്കുള്ളതുപോലെ തന്നെ പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിരിക്കുന്നുവെങ്കിലും അത്തരം വിചാരങ്ങളുടെ ചപ്പലതകളോ അതിൻ്റെ തിന്മകളോ അവരെ ബാധിക്കാത്ത വിധം അള്ളാഹു ഉന്നതമായ അറിവുകളും ബോധവും തൻ്റെ ഇടവും നൽകി അവരെ ഉയർത്തിയത് കാരണമായി അവർ അതിൽ നിന്നെല്ലാം സുരക്ഷിതരാണ്. സമ്പൂർണരായ മനുഷ്യന്മാരാക്കി അല്ലാഹു തആല മാറ്റുകയും അവരിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാത്ത മഅ്സൂമുകളായി അല്ലാഹു തആല അവരെ മാറ്റിയെടുക്കുകയും ചെയ്യുകയാണ്. ജനങ്ങളോട് അല്ലാഹു തആല പറയുന്നത്, ഈ സമ്പൂർണരായ പ്രവാചകന്മാരെ കണ്ടും കേട്ടും സഹവസിച്ചും അവരിൽ നിന്ന് യഥാർത്ഥ പൂർണ്ണമായ ജീവിത രീതി പഠിക്കുവാനും പകർത്തുവാനുമാണ്. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യരിൽ നിന്ന് തന്നെ പ്രവാചകരെ അല്ലാഹു തആല നിയോഗിക്കുന്നത്. എന്നാൽ മനുഷ്യരുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മാധ്യമമായിട്ട് ഈ പ്രവാചകന്മാർ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെ സൃഷ്ടിപ്പിനും അവർ മാധ്യമമാണ് എന്നുള്ളതാണ് വസ്തുത. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത്. ആദ്യമായി അല്ലാഹു തആല പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയായിരുന്നു, പ്രകാശത്തെയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവ്വലുമാ ഖലഖല്ലാഹു നൂരി, ആദ്യമായി അല്ലാഹു തആല പടച്ചത് എൻ്റെ പ്രകാശത്തെയായിരുന്നു. അതിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായത്. നാം അധിവസിക്കുന്ന ഈ ഭൂമിയും നാം കഴിക്കുന്ന ഭക്ഷണവും നാം കുടിക്കുന്ന വെള്ളവും താമസിക്കുന്ന വീടും അല്ല, ഈ ലോകത്ത് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവ എല്ലാവും ആകാശഭൂമി അടക്കമുള്ള ഈ പ്രപഞ്ചത്തിലെ സർവസ്വവും ഉണ്ടായത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിൽ നിന്നാണെന്ന് മനസ്സിലാക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാധ്യമമായിട്ടാണ് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാതെ ഈ ലോകത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാറ്റിൻ്റെയും മാധ്യമമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അൽ വാസിത്തത്തുൽ ഉൾമ, മഹത്വമുള്ള ഒരു മാധ്യമം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിക്കുവാനും ഇതുതന്നെയാണ് കാരണം. ഈ ലോകത്തെ സൃഷ്ടിചരാചരങ്ങൾ മുഴുവൻ സൃഷ്ടിക്കപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാധ്യമമായതുപോലെ അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിൽ സന്ദേശങ്ങൾ കൈമാറാൻ മാധ്യമമായതുപോലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരലോകത്തും മാധ്യമമായി സൃഷ്ടികൾക്കും അള്ളാഹുവിൻ്റെയും ഇടയിൽ പ്രവർത്തിക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നാളെ പരലോകത്തെത്തുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രവർത്തനം, ഇടയിലുള്ള പ്രവർത്തനം, ലോക ജനത മുഴുവനും അതിൻ്റെ ഗുണം അനുഭവിക്കുന്നവരായിരിക്കും. ആദ്യമായി പുനരുദ്ധാരണ നാളിൽ ഭൂമി പിളർന്ന് പുറത്തേക്ക് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ അവിടുത്തെ സഹയാത്രികരായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അവരെ ഖബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. 3 പേരും കൂടെ ഒരുമിച്ചാണ് മഹ്ശറിലേക്ക് പോകുന്നത്. മഹ്ശറിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ മുഴുവൻ ജനങ്ങളും ഭയവിഹ്വലരാണ്. എല്ലാ ജനങ്ങളും പേടിച്ച് വിറച്ച് അവരുടെ വിജയപരാജയത്തിൽ ആശങ്കപ്പെട്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയമായിരിക്കും. അന്ത്യനാളിൻ്റെ ഭയാനകമായ ഘട്ടങ്ങൾ കണ്ടിട്ട് എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോൾ അവിടെ പേടിയില്ലാത്ത ഒരേ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശഫാഅത്ത് ചെയ്തിട്ടും അതുപോലത്തെ തന്നെ കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് തൻ്റെ ദൗത്യവും ചുമതലയും നിർവഹിച്ചുകൊണ്ട് ഓടി നടക്കുകയായിരിക്കും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപേക്ഷ ലഭിക്കുമ്പോൾ മാത്രമാണ് വിചാരണക്ക് ആരംഭം കുറിക്കുന്നത് പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിലൂടെയാണ് മഹ്ശറിൽ നിന്ന് വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ ആനയിക്കപ്പെടുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടൽ ഒരുപാട് മേഖലയിലുണ്ട്. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നു. വിചാരണ കഴിഞ്ഞ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുവാൻ അർഹതപ്പെട്ടതായ ആളുകളെ നരകപ്രവേശനം ലഭിക്കാതെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടുന്നുണ്ട്. നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട ആളുകളെ ശിക്ഷയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് നരകത്തിൽ നിന്ന് കരകയറ്റി സ്വർഗത്തിലേക്ക് എത്തിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടും. സ്വർഗപ്രവേശനം ലഭിച്ച ആളുകൾക്ക് അവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ വേണ്ടി, പദവി ഉയർത്തുവാൻ വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ ശഫാഅത്ത് ചെയ്യും. ഇങ്ങനെ പല വിധേനയുള്ള ശഫാഅത്തുകൾ നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ ഒരു ഇടയാളനായി അവിടെ കഠിനാധ്വാനം ചെയ്ത് പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ശഫാഅത്ത് ഇത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാക്കിയ സ്വഹാബികൾ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല ഹദീസിലും കാണാം. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നാളെ പരലോകത്ത് എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യശ്ഫഅ ലി യൗമൽ ഖിയാമ, യൗമുൽ ഖിയാമത്തിൽ എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അന ഫാഇലുൻ, ഞാൻ ചെയ്യാം. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് തങ്ങളെ പിതാവ് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഐന അതുലുബുക, നാളെ യൗമുൽ ഖിയാമത്തിൽ ധാരാളം കോടാനുകോടി ജനം ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ഞാൻ അങ്ങയുടെ ശഫാഅത്തിന് വേണ്ടി അങ്ങയെ ഞാൻ എവിടെയാണ് സമീപിക്കേണ്ടത്, എവിടെയാണ് അങ്ങയെ അന്വേഷിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉതുലുബുനി അവ്വലമാ തതുലുബുനി അല സിറാത്ത്, നീ എന്നെ ആദ്യമായിട്ട് സിറാത്തിൻ്റെ അടുത്ത് അന്വേഷിച്ചാൽ മതി. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഞാൻ അവിടെ അങ്ങയെ കണ്ടുമുട്ടിയില്ലെങ്കിലോ? കണ്ടുമുട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉതുലുബുനി ഇൻദൽ മീസാൻ, എങ്കിൽ നന്മത്തിന്മകളെ തൂക്കുന്ന തുലാസിൻ്റെ അടുത്ത് അവിടെ നീ എന്നെ അന്വേഷിക്കുക. ഫഇല്ലം അൽഖക, അവിടെയും അങ്ങയെ ഞാൻ കണ്ടുമുട്ടിയില്ലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഉതുലുബിനി ഇൻദൽ ഹൗദ്, ഹൗദുൽ കൗസറിൻ്റെ അടുത്ത് നീ എന്നെ അന്വേഷിക്കണം. ഈ 3 സ്ഥലത്ത് എന്നെ കാണാതിരിക്കൂല. ലാ ഉഖ്തിഹു ആദിഹി തലാത്തൽ മവാത്തിൻ, ഈ 3 സ്ഥലത്ത് ഞാൻ ഇല്ലാതിരിക്കൂല, 3 സ്ഥലത്ത് ഞാൻ ഇല്ലാതിരിക്കൂല
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞ ഈ ഹദീസ് ഇമാം തുർമുദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഷഫാഅത്തിന് വേണ്ടി ആഗ്രഹിച്ചവരും അത് ചോദിച്ചവരുമാണ്. ഇമാം തൊബറാനി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഒരിക്കൽ മുസ്അബിനിൽ അസ്ലമി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നൊരു ഹദീസ്, ഞങ്ങളെ കൂട്ടത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. നബി തങ്ങളോട് പോയിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അസ്അലുക സുആല, അങ്ങയോട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാഹുവ, എന്താ ചോദ്യം, ചോദിക്കൂ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് അൻത ജഅലനി മിമ്മൻ തശ്ഫഉ ലഹു യൗമൽ ഖിയാമ, യൗമുൽ ഖിയാമത്തിൽ അങ്ങ് ഷഫാഅത്ത് ചെയ്യുന്ന ആളുകളെ കൂട്ടത്തിൽ എന്നെയും കൂടെ പെടുത്തണം, ഇതാണ് എനിക്ക് അങ്ങയോട് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് തിരിച്ചു ചോദിച്ചു, മൻ അല്ലമക ഹാദാ, ആരാണ് നിനക്കിത് പഠിപ്പിച്ചു തന്നത്? ഇങ്ങനെ പരലോകത്തെൻ്റെ ഷഫാഅത്ത് ഉണ്ടാകുമെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, മാ അമറനി ബിഹി അഹദുൻ ഇല്ലാ നഫ്സി, എന്നോട് ആരും കൽപ്പിച്ചതല്ല, എൻ്റെ മനസ്സ് എന്നോട് പറയുകയാണ്, എൻ്റെ സ്വയം ബോധ്യം മാത്രമാണ് അങ്ങേക്ക് നാളെ ഷഫാഅത്ത് ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഫഇന്നക മിമ്മൻ അശ്ഫഉ ലഹു യൗമൽ ഖിയാമ, ഞാൻ നാളെ പരലോകത്ത് ഷഫാഅത്ത് ചെയ്യുന്ന ആളുകളെ കൂട്ടത്തിൽ നീ ഉണ്ടാകും എന്ന് പറഞ്ഞ ഹദീസ് ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഈ ഷഫാഅത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരും അത് കിട്ടുവാൻ വേണ്ടി ആഗ്രഹിച്ചവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിനുവേണ്ടി ആവശ്യപ്പെട്ടവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഷഫാഅത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഷഫാഅത്ത് നമുക്ക് ലഭിക്കാൻ നബി തങ്ങളുടെ ഇഷ്ടക്കാരായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുത്തെ ഷഫാഅത്തിന് അർഹതപ്പെടുന്നവർ ആരാണെന്നും അതിനവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നും ചില ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാ, ഞാനുമായിട്ട് ഏറ്റവും അടുത്ത ആളുകൾ, നാളെ പരലോകത്ത് എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകൾ എൻ്റെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് വിളിയും ഇഖാമത്ത് വിളിയും കേട്ടതിന് ശേഷം ആരെങ്കിലും അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബഅസുഹു മഖാമൻ മഹ്മൂദനില്ലദീ വഅത്ത എന്ന വാക്ക് ആരെങ്കിലും ഉച്ചരിച്ചാൽ, സാധാരണ നാം ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഇഖാമത്ത് കേട്ട ശേഷം നമ്മൾ ചെല്ലാറുള്ള ഈ പ്രാർത്ഥന ഇതാരെങ്കിലും നടത്തിയാൽ വജബത്ത് ലഹു ഷഫാഅത്തി, എൻ്റെ ഷഫാഅത്ത് അവർക്ക് അർഹതപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സുന്നത്തുകളും മുറുകെ പിടിച്ച് അവിടുത്തെ ഇഷ്ടക്കാരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. എങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്തിൽ നമുക്ക് ഏറെ പ്രതീക്ഷ വെക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളുടെ ഷഫാഅത്ത് നൽകി നമ്മയും മാതാപിതാക്കളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.